വെൽക്കം എവരി വൺ. നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗോസസ് തിയറത്തിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് പഠിച്ചു. ഒന്ന് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ്. ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി പഠിച്ചു. എക്സ്പ്രഷൻ എന്തായിരുന്നു? E is equal to 1/2πε0 λ/r അല്ലേ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പഠിച്ചു ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഏതൊരു പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ E is equal to σ/2ε0. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ. ഒരു സ്പെറിക്കൽ ഷെൽ കാരണം ഏതൊരു പോയിന്റിലെയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ് ബൈ അപ്ലൈ ഗോസസ് തിയറം. ഗോസസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട്. ഫോർ ദാറ്റ് കൺസിഡർ എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് capital R. Consider a spherical shell of radius capital R and let Q be the total charge on the spherical shell. ഈ spherical shellലെ total charge എന്ന് പറയുന്നത് എത്രയാണ്? Q. ഇനി let sigma coulomb per meter square be surface charge density. സിഗ്മ കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി. മീൻസ് എന്താ അതിന്റെ മീനിങ്? യൂണിറ്റ് ഏരിയ. എവിടെ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്താലും എത്ര നമ്പർ ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും? സിഗ്മ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ. നമുക്ക് പി എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റ്, പി ബി എനി പോയിന്റ് which is at a distance r from the center of the sphere. ഈ സ്പിയറിൽ നിന്റെ സെന്ററിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് ആണ് പി. പിയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം ഡ്യൂ ടു ദിസ് ഹോളോ സ്പെറിക്കൽ ഷെൽ. ഈ സ്പെറിക്കൽ ഷെൽ കാരണം പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. അതിനുവേണ്ടി ഫോർ ദാറ്റ് consider a closed Gaussian surface which passes through the point P. P കൂടെ കടന്നു പോകുന്ന ഒരു Gaussian surface assume ചെയ്യാം. ആ Gaussian surface എന്തായിരിക്കണം? ഒരു സ്പിയർ ആയിരിക്കണം. which passes through the point P. P കൂടെ കടന്നു പോകുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് Gaussian surface assume ചെയ്യാൻ പോവാണ്. P കൂടെ കടന്നു പോയിരിക്കുന്ന ഒരു Gaussian surface assume ചെയ്യും. നമുക്ക് P യിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. For that consider a very small area ds around the point P. P ക്ക് ചുറ്റും ds എന്ന് പറഞ്ഞ വളരെ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തു. And what is its direction? Direction of this area ds. ds ന്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? നോർമൽ ടു ദി ഏരിയ. This is the direction of ds. ds ന്റെ ഡയറക്ഷൻ ആണ് ഈ വരച്ചേക്കുന്നത്. ഇനി നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കണം എന്നറിയണം. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജുകളാണ് നിരന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ദാറ്റ് ഈസ് ഔട്ട്വേർഡ്, ദാറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എന്തായിരിക്കും? ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഇന്റൻസിറ്റി. അപ്പൊ നോക്കിയേ, ഇയുടെ ഡിറക്ഷനും ഡി എസിന്റെ ഡിറക്ഷനും ഒരേ ഡിറക്ഷൻ. ശരിയല്ലേ? ഇ ആൻഡ് ഡി എസ് ആർ ഇൻ ദി സെയിം ഡിറക്ഷൻ. നമ്മൾ പിയിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഗോസസ് തിയറം പറയുന്നത്? ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഓൾവേസ് 1/ε0 ടൈംസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. അതെന്തായിരുന്നു? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പിയില് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലെ. ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. പക്ഷെ നമുക്ക് ഈ പിയിലെ ഇലക്ട്രിക് ഫ്ലക്സ് അല്ല വേണ്ടത്. ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദി ക്ലോസ്ഡ് ഓവർ ദി ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സ്പിയറിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു
integral E dot ds, A dot b is AB cos theta. So E dot ds is E ds cos theta. That is equal to, what is theta? Theta is the angle between E and ds. E ക്കും ds നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഇവിടെ നോക്കിയേ, what is the angle between E and ds? E and ds are in the same direction. So what is the angle between E and ds? 0. അല്ലേ? Theta is equal to 0. What is cos 0? Cos 0 is equal to 1. ശരിയല്ലേ? ഇനി നമ്മളെ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി ഇവിടെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇവിടെ ആയിരുന്നു പി കൺസിഡർ ചെയ്തിരുന്നെന്ന് വിചാരിക്കുക. പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്തു പി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എന്തായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ്. ഓക്കെ, പുറത്തേക്ക്. പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന കാരണം ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? പുറത്തേക്കായിരിക്കും അല്ലെ? ഈ ഒരു ഡയറക്ഷൻ ഇത്. ഇനി ഇതാണ് ഏരിയ എങ്കിൽ ഏരിയക്ക് വരയ്ക്കുന്ന നോർമൽ ഇങ്ങനെ ആയിരിക്കും. ഔട്ട്വേർഡ് നോർമൽ ആണല്ലോ. This is the direction of ds. അപ്പോൾ നോക്കിയേ, ഇയും ഡിഎസും ഒരേ ഡിറക്ഷൻ. അപ്പൊ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് ഈ സ്പിയറിൽ ഇവിടെ കൺസിഡർ ചെയ്താലും അവിടെ ഇയും ഡിഎസും എങ്ങനെ ആയിരിക്കും? They are in the same direction. So theta is equal to 0. Angle between E and ds is 0. ഇക്കും ഡിഎസിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 0. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കിയേ, ഇന്റഗ്രൽ E ds cos 0 is 1. Therefore it is integral E ds. That is equal to E into integral ds. That is equal to E into, what is integral ds? Okay, ds എന്ന് പറഞ്ഞാൽ ആ സ്പിയറിലെ ഒരു ചെറിയ ഏരിയ ആണ് ds. അങ്ങനെയാണ് ഇന്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ എന്താ? ആ ചെറിയ ഏരിയകളെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു ഇന്റഗ്രലിന്റെ മീനിങ് എന്താണെന്ന് അല്ലെ? സം ചെയ്യുക. ചെറിയ ഏരിയകളെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ. ഏത് സ്പിയറിന്റെ? ഔട്ടർ സ്പിയറിന്റെ അല്ലെ? ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? സ്മോൾ ആർ. സ്മോൾ ആർ ആണ് ഔട്ടർ സ്പിയറിന്റെ റേഡിയസ്. അങ്ങനെയാണ് സർഫസ് ഏരിയ എത്ര ആയിരിക്കും? 4 pi r square. Surface area of a sphere is 4 pi r square. So E into 4 pi r square. നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ കിട്ടിയ എത്രയാ? E into 4 pi r square. ഇത് എന്തിന് തുല്യമായിരിക്കും എന്നാ ഗോസസ് തിയറം പറയുന്നത്? That is equal to 1 by epsilon 0 times the net charge enclosed by the surface. സർഫസിനകത്ത് വരുന്ന ചാർജ് എത്രയാണോ? എത്ര ചാർജ് സർഫസിനകത്തുള്ള നോക്കിയേ. ഈ ഗോഷ്യൻ സർഫസിനകത്ത് എത്ര ചാർജ് ഇരിപ്പുണ്ട്? Q നമ്പർ ഓഫ് ചാർജസ് ഇരിപ്പുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തിന് തുല്യമാവും? Q by epsilon 0 തുല്യമാവും അല്ലേ? That is according to Gauss's theorem, E into 4 pi r square എന്തിന് തുല്യമായി? Q by epsilon 0 തുല്യമായി. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ what is E? E is equal to, ഈ 4 pi താഴെ വരും, 1 by 4 pi epsilon 0. 1 by 4 pi epsilon 0. Q ന്യൂമറേറ്ററിലുണ്ട്, r സ്ക്വയർ താഴെ വരും അല്ലേ? ഡിനോമിനേറ്റർ വരും Q divided by r square. E is equal to 1 by 4 pi epsilon 0 Q divided by r square. മനസ്സിലായല്ലോ? അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. E is equal to 1 by 4 pi epsilon 0 Q divided by r square, where Q is the total charge on the spherical shell. ആ spherical ഷെല്ലിലെ ടോട്ടൽ ചാർജ് ആണ് എന്ത്? Q. മനസ്സിലായില്ലേ? ഇത്രേ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാണ്. E is equal to 1 by 4 pi epsilon 0 Q by r square. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ചാർജുകൾ മുഴുവൻ സർഫസിൽ ഇരിക്കുന്നതിന് പകരം ഇവിടെ സെന്ററിലായിരുന്നു എന്ന് വിചാരിക്കുക. Q എന്ന് പറഞ്ഞ ചാർജ് ഇവിടെയാണ് ഇരുന്നതെന്ന് വിചാരിക്കുക. സർഫസിൽ ഇരിക്കുന്നതിന് പകരം സെന്ററിൽ ഇരുന്നാൽ what is the electric intensity at P? What is the expression for E? യുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ത് തന്നെ? 1 by 4 pi epsilon 0 Q divided by r square. മനസ്സിലായോ? അപ്പോ നമ്മള് P എന്ന് പറയുന്ന as we consider the point P എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ചാർജസ് ടോട്ടൽ ചാർജ് സർഫസിൽ ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നതിന് തുല്യമായിരിക്കും? as if it is
placed at the center of the sphere. സെന്ററിൽ ഇരിക്കുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? So what is the expression? 1/4πε0 q divided by r square. ഇനി നമുക്ക് q-ന്റെ വാല്യൂ കൂടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. തുടക്കത്തിലേ പറഞ്ഞു what is its surface charge density? സിഗ്മ കൂളം പെർ മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയർ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് 1 മീറ്റർ സ്ക്വയർ ഏരിയ എവിടെ കൺസിഡർ ചെയ്താലും നമ്പർ ഓഫ് ചാർജസ് എത്ര ആയിരിക്കും? സിഗ്മ. അപ്പൊ ഇവിടെ എവിടെ 1 മീറ്റർ സ്ക്വയർ ഏരിയ കൺസിഡർ ചെയ്താലും എത്ര നമ്പർ ഓഫ് ചാർജസ് ഇരിപ്പുണ്ട്? സിഗ്മ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ സ്ഫിയറിലാണ് ചാർജ് ഇരിക്കുന്നത് അല്ലെ? ആ ഇന്നർ സ്ഫിയറിന് ആകെ എത്ര ഏരിയ ഉണ്ട്? 4π. ഇന്നർ സ്ഫിയറിന്റെ റേഡിയസ് എത്ര? ക്യാപിറ്റൽ ആർ. സോ ഇന്നർ സ്ഫിയറിന്റെ റേഡിയസ് എത്ര? സോറി സർഫസ് ഏരിയ എത്ര? 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. യൂണിറ്റ് ഏരിയയിലെ നമ്പർ ഓഫ് ചാർജസ് സിഗ്മ ആണെങ്കിൽ 4π ആർ സ്ക്വയർ ഏരിയയിൽ എത്ര നമ്പർ ഓഫ് ചാർജസ് ഇരിപ്പുണ്ടായിരിക്കും? 4π ആർ സ്ക്വയർ സിഗ്മ. അപ്പൊ Q എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4π ആർ സ്ക്വയർ സിഗ്മ. മനസ്സിലായോ? അത് യൂണിറ്റ് ഏരിയയിൽ ഇരിക്കുന്ന നമ്പർ ഓഫ് ചാർജസ് ആണ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ സ്ഫിയറിന് ടോട്ടൽ എത്ര സർഫസ് ഏരിയ ഉണ്ട്? 4π ആർ സ്ക്വയർ. 4π ആർ സ്ക്വയർ ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും? 4π ആർ സ്ക്വയർ സിഗ്മ. സോ വി ക്യാൻ റൈറ്റ് Q ഈസ് ഈക്വൽ ടു 4π ആർ സ്ക്വയർ സിഗ്മ അല്ലേ? ഈ വാല്യൂ നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്തു നോക്കാം. ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0. Qന് ഈ വാല്യൂ കൊടുക്കാൻ പോവാണ്. 4π ആർ സ്ക്വയർ സിഗ്മ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ആർ സ്ക്വയർ. 4π ക്യാൻസൽ ആവും. ബാക്കി ഈസ് ഈക്വൽ ടു ബാക്കി എന്താന്ന് നോക്കിയേ. ന്യൂമറേറ്ററിൽ സിഗ്മ, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? എപ്സിലോൺ 0. That is sigma by epsilon 0 into ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ക്യാപിറ്റൽ ആർ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ സ്മോൾ ആർ സ്ക്വയർ. സിഗ്മ ബൈ എപ്സിലോൺ 0 into capital R square divided by small r square. So the expression of electric intensity at the point P due to a spherical shell is equal to 1/4π epsilon 0 q by r square or is equal to sigma by epsilon 0 into r square divided by r square. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസ് കൂടെ പഠിക്കണം. ഒന്നാമത്തെ സ്പെഷ്യൽ കേസ്, അതായത് ഇപ്പൊ നോക്കിയേ, നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്? ഔട്ട്സൈഡ് ദി സ്ഫിയർ. നമുക്ക് ശരിക്കും നമ്മുടെ കയ്യിലുള്ള സ്ഫിയർ ഇതാ, ഈ ഇന്നർ സ്ഫിയർ അല്ലെ? ആ സ്ഫിയറിന്റെ വെളിയിൽ ഒരു പോയിന്റ് ആയിരുന്നു പി. If the point P is at the surface of the sphere, സർഫസിലാണെന്ന് വിചാരിക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ കയ്യിലുള്ള ആ സ്ഫെറിക്കൽ ഷെല്ലിന്റെ സർഫസിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടീഷൻ? ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ അല്ലെ? ക്യാപിറ്റൽ ആർ മാറി എന്തായിട്ട് മാറും? സ്മോൾ ആർ ആയിട്ട് മാറുന്നു അല്ലെ? സ്മോൾ ആർ ബിക്കംസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സ്മോൾ ആർ മാറി ക്യാപിറ്റൽ ആർ ആയി. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്ത് വരും? ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 q divided by capital R square. This expression becomes 1/4π epsilon 0 q divided by R square. And this becomes is equal to sigma by epsilon 0 into capital R square divided by small r എന്തായിട്ട് മാറി? capital R ആയി അല്ലേ? R square. That is equal to sigma divided by epsilon 0. So if the point P is on the surface of the sphere, expression for electric intensity is equal to 1/4π epsilon 0 q divided by capital R square or is equal to sigma by epsilon 0. ഈ രണ്ട് എക്സ്പ്രഷനകത്തുനിന്ന് ഏത് വാല്യൂ കൂടുതൽ? പി എന്ന് പറയുന്ന പോയിന്റ് പുറത്തിരിക്കുമ്പോഴാണോ, ഔട്ട്സൈഡ് ദി സ്ഫിയർ ആണോ? ഇഫ് ദി പോയിന്റ് പി ഈസ് അറ്റ് ദി സർഫസ് ഓഫ് ദി ഓൺ ദി സർഫസ് ഓഫ് ദി സ്ഫിയർ, രണ്ട് കേസിൽ എവിടെയായിരിക്കും ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ വാല്യൂ കൂടുതൽ? സ്മോൾ ആർ ആണോ ക്യാപിറ്റൽ ആർ ആണോ കൂടുതൽ? സ്മോൾ ആർ അല്ലേ?
അപ്പൊ നോക്കിയേ, ഇവിടെ ഡിനോമിനേറ്റർ കൂടുതലാ, അപ്പൊ ഈ വാല്യൂ കുറവാ. അപ്പൊ ആരുടെ വാല്യൂ, ഏത് വാല്യൂ കൂടുതലാ? The electric intensity at any point on the surface of the sphere is maximum. സ്പിയറിന്റെ സർഫസിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഇനി അങ്ങോട്ട് പുറത്തേക്ക് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് സ്മോൾ ആറിന്റെ വാല്യൂ കൂടി വരും അല്ലെ, അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ആർ കൂടി വരും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എവിടെ മാക്സിമം? സർഫസിൽ മാക്സിമം. ഇനി നമ്മൾ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് പി എന്ന് പറയുന്ന പോയിന്റ് അകന്ന് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദി സ്പിയർ ആണെന്ന് വിചാരിക്കാം. അടുത്ത സ്പെഷ്യൽ കേസ് സ്പിയറിനുള്ളിലാണെന്ന് വിചാരിക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള സ്പെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിലൊരു പോയിന്റ് ആണ് പി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസ്യൻ സർഫസ് ഇതായിരിക്കുമല്ലോ, പി കൂടെ കടന്നു പോകുന്ന ഗോസ്യൻ സർഫസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി നെറ്റ് ചാർജ്? ഗോസ്സസ് തിയറം പറയുന്നത് Q എന്ന് പറയുന്നത് എന്താ? നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോസ്യൻ സർഫസ്. ഗോസ്യൻ സർഫസിനുള്ളിൽ വരുന്ന നെറ്റ് ചാർജ്. നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഗോസ്യൻ സർഫസ് ഇതാ, പക്ഷെ ചാർജ് എവിടെയായിരിക്കുന്നത്? ഈ സ്പെറിക്കൽ ഷെല്ലിലാണ് ചാർജ് ഇരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോസ്യൻ സർഫസ്? ഗോസ്യൻ സർഫസിനകത്ത് വരുന്ന നെറ്റ് ചാർജ് എത്രയായിരിക്കും? 0 അല്ലെ. അങ്ങനെയാണെങ്കിൽ what is the expression for electric intensity? E is equal to 0. and the reason എന്താ? the net charge enclosed by the Gaussian surface is 0. Gaussian സർഫസിനുള്ളിൽ വരുന്ന നെറ്റ് ചാർജ് എത്ര ആയി പോയി? 0. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ 3 കേസ് കൂടെ കൺസിഡർ ചെയ്ത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞു E is equal to inside the sphere electric intensity എത്രയായിരുന്നു? 0 അല്ലേ. This process of protecting a region from the electric field is called electrostatic shielding. അതായത് ഒരു റീജിയനെ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കും. That is the electric field inside a charged conductor of any shape is always 0. ഒരു ഏത് ഷേപ്പിലുള്ള ഒരു ചാർജ്ഡ് കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സേഫർ ടു ബി ഇൻസൈഡ് എ കാർ റദർ ദാൻ ഔട്ട്സൈഡ് ഡ്യൂറിങ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ. ലൈറ്റ്നിങ് നടക്കുന്ന സമയത്ത് നമ്മളൊരു കാറിനുള്ളിൽ ഇരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ സേഫ് എന്ന് പറയും. അതിന്റെ റീസൺ എന്താ? ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ദാറ്റ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ഓൾവേസ് 0 അല്ലേ. ഇനി നമുക്ക് ഗ്രാഫ് നോക്കാം. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇയും ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി സ്പിയർ, സെന്റർ ഓഫ് ദി സ്പിയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആക്സിലും ഇലക്ട്രിക് ഇന്റൻസിറ്റി വൈ ആക്സിലൂടെ എടുത്ത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഈ സ്പിയറിന്റെ ഉള്ളില് ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയായിരുന്നു? 0. ദാറ്റ് മീൻസ് ഇതിന്റെ റേഡിയസ് എത്രയായിരുന്നു? സ്പിയറിന്റെ റേഡിയസ് എത്രയായിരുന്നു? ക്യാപിറ്റൽ ആർ അല്ലെ. അപ്പൊ സെന്ററിൽ നിന്ന് ക്യാപിറ്റൽ ആർ വരെയുള്ള ഡിസ്റ്റൻസില് ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയാ? 0. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇല്ല. അപ്പോ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇല്ല. അതേപോലെ ഇങ്ങോട്ടും -r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയാ? 0. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇല്ല. ഇനിയും അങ്ങോട്ട് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് at the point on the surface of the sphere electric intensity is maximum. ഇലക്ട്രിക് ഇന്റൻസിറ്റി എത്രയായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലെ. ഇനി അവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് നോക്കിയേ, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി, സ്പിയറിന്റെ സർഫസിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി മാക്സിമം. ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ so this is the graph connecting the electric intensity and distance from the center of a spherical shell. Okay, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. നമുക്ക് അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.